ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇപ്പോൾ വന്നതെന്തിനറിയോ? ഇനി ആകെ 48 മണിക്കൂറുള്ളൂ, 2 ദിവസമുള്ളൂ. ഇന്നിപ്പോൾ 7-ാം തീയതി കഴിഞ്ഞു, ഇതാ 8-ാം തീയതിക്ക് എത്തി. ഇനിയിപ്പോൾ ഇതാ 9-ാം തീയതി, 48 മണിക്കൂറും ഇല്ല എന്തിന്, ഇലക്ഷന്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊക്കെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാവും. ആര് ഭരിക്കണം, ആര് നമ്മുടെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളതൊക്കെ. അപ്പം ഇതിൽ കുറേ ആളുകൾ ചെറിയ ചെറിയ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പക്കാ കോമാളിയായി കളിച്ചിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ 1-2 ആളുകളെ ഞാൻ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മുമ്പ് ഭയങ്കര നിലപാടിന്റെ രാജകുമാരനായിരുന്നു. ആരെക്കുറിച്ചാ എന്താ പറയുന്നത് എന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്നാണ് പറയാം. ഇതാ കണ്ടോ, ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്രക്ക് മോശമുള്ള പാർട്ടിയാണ് ഈ സംഘി. കാരണം ഓനെ കുറിച്ചിട്ട് ആരൊക്കെ അപരാധം പറയുന്നുണ്ട്. ഓനെ സംഘി എന്നൊക്കെ വിളിച്ചിട്ട് സംഘിയാണെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുകയാണെന്ന് ഓൻ പറയുന്നത്. എന്നാ പോലും ഓനിക്ക് സംഘി എന്നുള്ളത് ഉൾക്കൊള്ളാനോ ആ പാർട്ടിയിലേക്ക് പോകാനോ ഒരിക്കലും കഴിയൂലെന്ന്. ആരാ അറിയോ? നിലപാടിന്റെ രാജകുമാരൻ. അത് നിങ്ങൾ ബ്രാക്കറ്റിലൊന്നും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓർത്തേക്കണം കേട്ടോ. ബാക്കി പറയാം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ഇജ്ജ് മാത്രം മതി പറഞ്ഞിട്ട് ഇപ്പൊ ഇജ്ജ് എവിടെ നിക്കണേ? ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ. നട്ടല് വിളയ്ക്കാതെ അഭിമാന ബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. പൊന്നാര ചങ്ങായി, ആദ്യം ആ സാധനം അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വേണ്ടേ ജാതി വെല്ലുവിളിയും ജാതി പഞ്ച് ഡയലോഗൊക്കെ പറയാന്. നട്ടല് വേണത്രേ. എങ്ങനെ, എന്ത് പാർട്ടിയാണെന്ന് തുറന്ന് പറയാന്. അങ്ങനെ ആ നട്ടല് വെച്ചിട്ടാണ് അന്നോ പറഞ്ഞത് എനിക്കൊരിക്കലും സംഖ്യയാകാൻ കഴിയൂലെന്ന്. ഇപ്പൊ ആ നട്ടല് ഒരു നേരെ ശാഖയിൽ വെച്ചിക്ക. എന്തിനാ? ഓ സംഖ്യയായില്ലേ. അപ്പൊ പിന്നെ ആ നട്ടലിന്റെ ആവശ്യമില്ലല്ലോ അവിടെ. ഇവനെല്ലാവരും നിലപാടിന്റെ രാജകുമാരൻ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന കൂതറ പരിപാടിക്ക് 1 കോടിയല്ല 10 കോടി തന്നാലും ശരി അഖിൽമാരാറ് പോകൂല എന്ന് പറഞ്ഞു. ഓല് ബാന്നുകൂടി പറഞ്ഞിട്ടില്ല, എങ്ങനെ കാട്ടിയിട്ടുള്ളൂ. അപ്പളത്തിന് ചെന്നു. അതാണ് നിലപാടിന്റെ രാജകുമാരൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഒരു കാലത്ത് സംഘികൾക്കും ജനൻ ടി വിക്കും ഒക്കെ ഇവൻ വിളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരുന്നു. കാരണം അമ്മായിരത്തെ ഡയലോഗായിരുന്നു ഇവന്. സംഘികളിട്ട് ഇങ്ങനെ പോരിക്കായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, പോടാ പ്രഭുവിൽ പെട്ടേന്നുണ്ട്. അങ്ങനത്തെ ഒന്നും വേണ്ട പോടാ അങ്ങനത്തെ ഒന്നും പറയരുത്. പരാമർശിക്കാം, നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ എടാ പോടാന്നില്ല വിളിയൊന്നും വേണ്ടാന്ന്. ജാതി സംഘികൾക്ക് ഇവൻ എന്നും പേടിയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇവൻ എന്ത് ചെയ്തു, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എന്തായാലും ഇവൻ അടുപ്പിച്ചൂല. പിന്നെ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സുകാർക്കും ഏറെക്കുറെ ഇവനെ മനസ്സിലായി. ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ മാതിരി ഓരോ കണ്ടീഷൻസ് വെച്ചപ്പോ എന്നാ കുട്ടിയെ വണ്ടിക്കായി എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടിയതാ. പിന്നെ ഇവർക്ക് മനസ്സിലായി ഇനി ചാണകം തന്നെ നടക്കുള്ളൂ. അങ്ങനെ എന്തായി, നേരെ ചാണകത്തിൽ ചെന്നു. എന്നിട്ട് ഇപ്പൊ അവനോട് ആ കാര്യം ചോദിച്ചാൽ അവനക്ക് എന്താ പറയാനുള്ളത് അറിയോ? മനുഷ്യർക്ക് അതാണോ നിലപാട്? ഞാൻ എന്റെ തീരുമാനങ്ങളാ മാറ്റിയിരിക്കുന്നത്, അത് നിലപാടല്ല. എന്നിട്ട് ഓൻ അപ്പൊ വിടും അമേരിക്കക്കോ ലണ്ടനിക്കോ ഉദാഹരണം പറയാണ്. അതായത് കടന്നോടത്ത് ഉരുളല്ല, ആയി കടന്നിങ്ങനെ മെഴുകപ്പം. ഇതാണ് യഥാർത്ഥത്തില് ഒരു മനുഷ്യൻ സംഖ്യയിലേക്ക് മാറിക്കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം. കാരണം ഒന്നിനും പറയുന്നവനക്കും അറിയാം ഞാൻ മുഴുവൻ മണ്ടത്തരാണെന്നുള്ളത്, ഇത് കേൾക്കുന്നവർക്കും അറിയാം ഇത് മുഴുവൻ മണ്ടത്തരാണെന്ന്. എന്നാലും ഈന്നുള്ള ആ ചിരിയില്ലേ, അതും കൊണ്ട് ഇങ്ങനെ നടക്കും ജനങ്ങളെ മുമ്പേക്ക്, യാതൊരു എളുപ്പമില്ലാതെ. എന്തായാലും ഓന്റെ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന് കണ്ടോ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിനൊരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. മെസ്സേജിന് റിപ്ലൈ എന്തായാലും ഇല്ല എന്നുള്ളത് എൻ്റെ ഈ വർത്തമാനത്തിൽ മനസ്സിലായി. അതായത് റിപ്ലൈ പോലും കൊടുക്കാൻ നേരമില്ല. ഇപ്പം പറഞ്ഞതിന്റെ പേരിൽ ആ കാര്യം നടത്താൻ പോവുകയാണ്. ആര്? നമ്മുടെ ഏട്ടായിയെ കോഫി കൊടുക്കുക, കുറച്ച് കോഫി. ഏട്ടായിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പുളകം കൊള്ളുന്നുണ്ടാവും. ഏട്ടായി അയക്കും വലിയ തീട്ടായി ആയിട്ട് അവിടെ നിൽക്കുന്നത്. ആ ഏട്ടായിനെ ജന്തു പുകയത്തിയിട്ടും കാര്യമില്ല.
പിന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അതവിടെ നിൽക്കട്ടെ. അങ്ങനത്തെ ഒരു പ്രതീക്ഷ മലയാളികൾക്കില്ല. കാരണം എന്താ പറയുക, ഇജ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് പോയിട്ട് അവിടെ ഇരുന്ന് തേങ്ങ ചിരണ്ടിയപ്പോൾ അന്യ ലോക മലയാളികൾ മൊത്തം ഏറ്റെടുത്തു എന്നാ. ഇജ് പണ്ടേ കോമാളിയാണ്, നിലപാടില്ലാത്തവനാന്ന് സകല മലയാളികൾക്കും മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയെന്ന് ഇജ് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇനി നിലപാടില്ല സ്ഥലം BJP ആണെന്ന് മനസ്സിലായി. നേരെ അവിടെ പോയി. അവിടുന്ന് ഇതാ ജാതി വെല്ലുവിളി, ജാതി കോമാളിത്തരം, ഇതിലൊന്നും അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമല്ല കയമ്പുമില്ല എന്ന് ആനക്കും അറി, ആ പറയണ മൈക്കും അറി. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ അങ്ങനെ പറയണമെങ്കിൽ അന്നെ തന്നെ യഥാർത്ഥത്തിൽ സംഗീതം വിളിക്കണ്ടേ. എന്തായാലും ബാക്കി കേൾക്കാം. എനിക്ക് BJP എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽമാരാർ സ്ഥാനാർത്ഥിയാണ്. ആണോ? ഞാനൊരു ഒക്ടോബറിൽ എന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട്, നമ്മളൊരു സിനിമയായിട്ട് പോകും. സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല, മമ്മൂട്ടിയാണ് സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ സ്വന്തമായി വേണമെങ്കിൽ ഞാൻ മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ സമീപിക്കാൻ തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ അവരെയും വിമർശിക്കും. BJP സമീപിച്ചാൽ അവരെയും വിമർശിക്കും. എനിക്ക് BJP എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും രാഷ്ട്രീയം BJP വർഗീയത മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ വർഗീയത കിടക്കുന്നത് അതാണ് അവരുടെ ബേസ്. കേട്ടില്ലേ? BJPയുടെ വർഗീയത മാറ്റിവെച്ചാൽ വേണമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാന്ന്. ഇപ്പൊ ആ വർഗീയത മാറ്റിവെച്ചിട്ടാണല്ലോ ഓനൊരു കൈ നോക്കിക്കണ്. ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJP വർഗീയത മാറ്റി വെച്ചിട്ടൊന്നുമല്ല. ഇനി വർഗീയതയിൽ തന്നെ എനിക്ക് വരാൻ പറ്റുവെച്ചെങ്കിൽ ഇത് വന്നിരുന്നു. അല്ല കൊണച്ച വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ എന്റെ പണി വെക്കാറുണ്ട്. അപ്പൊ ശരി, വർഗീയതയെങ്കിൽ വർഗീയത പറഞ്ഞിട്ട് പിന്നാലെ കൂടിയതാ. ഇനി ഇതും കൂടി ഒന്ന് കേൾക്കി. VD സതീശൻ രാവിലെ പറയുന്നതാണോ വൈകിട്ട് പറയുന്നത്? പിണറായി വിജയൻ ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? ഇവർ വിഷയങ്ങളുടെ സത്യം പറയുന്നതാണ് നിലപാട്. ആ വിഷയങ്ങളുടെ സത്യമായിരിക്കും. അത് മാറ്റി പറയുന്ന സമയത്ത് അത് മാറ്റി പറഞ്ഞ കണ്ട ഇതുകൂടെ എടുത്തു വെച്ച് പറ. ഇപ്പം ഞാൻ ഇന്നലകളിൽ BJP വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ എൻ്റെ ശരിയാണത്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJPക്കുള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിംസിനെയും കോൺഗ്രസിനെയും എന്തെല്ലാം പറഞ്ഞേക്കുന്നു. VD സതീശൻ രാവിലെ പറയുന്നതാണോ വൈകിട്ട് പറയുന്നത്? പിണറായി വിജയൻ ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? ഇവരാരാണ് ഈ പറയുന്നത്? എന്ത് പ്രശ്നം അറിയോ? ജീവിതത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രീതിയൊന്നും ഈ പുതിയ തലമുറയിൽപ്പെട്ട ഈ ഇൻസ്റ്റാഗ്രാമിലെ ഈ വിവരക്കേട് കാണിക്കുന്ന വിവരം കെട്ടവന്മാർ കണ്ടിട്ടില്ല. ഇവന്മാർക്ക് ആകെ അറിയാവുന്ന അഖിൽമാരെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് തോന്നുന്നത്, അയ്യോ അഖിലേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. അവന്മാർ പറയട്ടെന്നേ, അവന്മാർക്ക് അതിലൂടെ 4 റീച്ച് കിട്ടും, എനിക്ക് കുറച്ച് വോട്ടും കിട്ടും, ഞാൻ ജയിക്കും, ഞാൻ MLA ആവും. നിലപാടിന്റെ രാജകുമാരൻ പറഞ്ഞു കേട്ടോ. ഓനോട് എന്തെങ്ങനെ മാറ്റി പറയണ ചോദ്യം പറ. അത് VD സതീശൻ പറഞ്ഞല്ലോ, അത് പിണറായി വിജയൻ പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ എന്തെച്ചും പറഞ്ഞ. അപ്പൊ ഇവരൊക്കെ മോശമാണെങ്കിൽ പിന്നെ ആ മോശത്തേക്ക് എന്തിനു ഇജ്ജ് വരുന്നു? ഉളുപ്പെന്നൊരു അക്ഷരം ഉണ്ടെങ്കിൽ നാളെ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയോള് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ബന്ധുക്കാർ ചോദിക്കുമോ എനിക്കറിയില്ല. പക്ഷെ ചോറ് തിന്നണ മലയാളികൾ ചോദിക്കും, ചോദിച്ചോണ്ടേ ഇരിക്കും. ഉളുപ്പുണ്ടടാ ചങ്ങായി അനക്ക്, അനക്ക് എത്ര തന്തയാണ്. കാരണം പറഞ്ഞ വാക്ക് ഏതെങ്കിലും ഒന്ന് ഇതൊന്ന് ശരിവെക്ക്. പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ഒരു നിലപാടില്ല അല്ലെങ്കിൽ വിലയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും തരം താന്ന പണി ചെയ്യൂല എന്നുള്ളത് അതിനിപ്പോൾ ആരോട് പറയാനില്ലേ. ഇത് മുഴുവൻ മുങ്ങിക്കണു. ചാണകത്തിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കാരണം ചാണകത്തിന് വലിച്ചെടുത്താലും ഇതിന്റെ മണം കൊണ്ട് ആരും ചെല്ലൂല്ല എടുത്തേക്ക്. അപ്പൊ ഓന്റെ ഭാഗം അങ്ങനെ കഴിഞ്ഞു. അടുത്തടുത്തുണ്ട്, ഓനെ ഒന്ന് നോക്കാം. എപ്പോഴും പറയുന്നത് ഞാൻ ഒരു BJP സപ്പോർട്ടറാണ്, ഞാൻ ചിലപ്പോൾ ഒരു സംഖ്യ ആവാം, എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ മണ്ടനാവാം. പക്ഷെ ഞാനിപ്പോ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. മണ്ടനും കുണ്ടിയും കണ്ടറ എന്തൊക്കെയാവോ. ഓൻ എന്താ പറയണറിയോ? ചിലപ്പോ ഞാനൊരു സംഖ്യ ആകാം, ചിലപ്പോ ഞാനൊരു മണ്ടനാകാം. ഇത് രണ്ടും ഓൻ തന്നെ സമ്മതിച്ചു കൊണ്ടോ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇടുന്നത് ചിലപ്പോ വേണമെങ്കിൽ ഞാനൊരു കുണ്ട്ര BJPയുടെ സ്ഥാനാർത്ഥിയാകാം. അപ്പോഴോ? ഇതാണ് ഇപ്പോൾ എൻ്റെ ഉത്തരം. മറ്റേ ഇന്നസെന്റ് പറയണ മാതിരി ഞാൻ തോറ്റ MLA എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. മനസ്സിലായോ? അന്നൊന്നും കുണ്ടറാന്നല്ല ഒരറിയിക്കും കയറ്റൂല. അറിയണക്കെ ഇവ ഉടായിപ്പിന്റെ ആശാന. ഇവൻ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു ഫ്ലെക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കണ കണ്ടുക്കണോ? ഇതാ ഓ സിനിമയിൽ അഭിനയിച്ചതാപ്പത്. ഇന്ന് വരെ അത് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏതോ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ചെറുക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ച അത്രേ. എന്തിന്? പബ്ലിസിറ്റി ഇട്ടാൻ വേണ്ടിയിട്ട്. അത്രയും മാനക്കേടും നാറിയ ജീവിതമായിട്ടാണ് ഇപ്പം നടന്നിരുന്നത്. എന്നിട്ട് അതിനൊക്കെ പോന് ഈ പല്ലിളിയും കൊണ്ട് ഇറങ്ങിപ്പോന്നു. ഇപ്പൊ 4 ദിവസം മുന്നേ അങ്ങനെ കടന്നിരുന്നു. ഏത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഓന് അത്രയും എന്താ പറയാ ഭയങ്കര പ്രവർത്തനമാണ്. നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഭയങ്കര ത്യാഗം സഹിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പേപാടിലുണ്ട് പോയി കിടക്കുന്നു. ആരും മെയിൻറ്റെയിലാണപ്പോൾ അവിടെ നീച്ച് പോന്നിട്ട് ഓൻ പറയേണ്ട കാര്യം എന്താണ്? അതെ ഞാനൊരു സംഖ്യയാണ്, അതെ ഞാനൊരു പൊട്ടനാണ്, അതെ ഞാൻ കുണ്ട്രയിലെ ഒരു മറ്റേ എന്താ പറയാ സ്ഥാനാർത്ഥിയാണ്. ഇതൊക്കെ ഭയങ്കര അഹങ്കാരമായി വെച്ചിക്കുക.
പോട്ടനോട് വേദവതിട്ട് എന്ത് കാര്യം? ഓനക്ക് പറയാനുള്ള ആകെയുള്ള ഒരു എന്താ പറയാ അഭിമാനം എന്ന് പറയുന്ന സാധനം അപ്പൊ ഇതൊക്കെ. എന്തായാലും ബാക്കി കേൾക്കാം. കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അല്ലേ, ഇവിടെ നിൽക്കുന്നില്ലേ? കാറിയിരുന്ന് പുള്ളിക്കണം പറയും, നമ്മളെ ഇതേപോലെ പ്രൂവ് ചെയ്ത് കാണിക്കും, അത്രേ ഉള്ളൂ. കാറിലല്ല, ഇനിയിപ്പോ ലോറിയിൽ ഇരുന്ന് പറഞ്ഞാലും ശരി, ഇജ് സംഖ്യയാണ്, ഇജ് പൊട്ടനുമാണ്, ഇജ് വർഗീയതയുടെ പാർട്ടിയിലാണ് പോയി ചാടിയിരിക്കണെന്നുള്ളതും തുറന്നു പറയാൻ ഇജനെ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ പൊന്നാര ചങ്ങായി. എത്ര അഭിനന്ദിച്ചാലും ആ കാര്യത്തിൽ തന്നെ ഞാൻ സമ്മതിച്ചോളൂ. കാരണം എന്റെ കുറവ് എന്താന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ആളിജല്ലേ. എന്തായാലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടായാലും ഇത്രയും തരം താഴാം അന്നെ കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ.